ഹലോ സബ്സ്ക്രൈബേഴ്സ്, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഭയങ്കര കാറ്റ്, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. രാവിലെ എന്തായാലും പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം നമ്മളൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡോൾഫിനെ കാണാൻ പറ്റും. പിന്നെ കൂടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം കണ്ടൽക്കാടുകളിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതുവഴി ഒന്ന് പോയി അവിടുത്തെ കാലാവസ്ഥയൊക്കെ നിരീക്ഷിച്ചു. ഭാഗ്യത്തിന് ഡോൾഫിനെ കാണാൻ പറ്റി. അങ്ങനെ ഡോൾഫിനെ കണ്ട് പിന്നെ ടൂണ പിടിച്ചുകൊണ്ട് വരാൻ ടൈമായി നമുക്ക് തോന്നിയിട്ട് ഹാർബറിലോട്ട് പോയപ്പോൾ ഇഷ്ടം പോലെ ടൂണ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും വില കുറച്ച് കിട്ടും. സാധാരണ നമുക്കിവിടെ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 MBR കൊടുക്കേണ്ടി വരും ഒരു കിലോയ്ക്ക്. അതത്ര സീസൺ അല്ല, അവരുടെ അത്രയും ടൂണ ഇല്ലെങ്കിൽ. അതായത് നമ്മുടെ നാട്ടിലൊരു 80 രൂപയോളം വരും. അതല്ല, ഇഷ്ടം പോലെ ടൂണ കിട്ടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു മീൻ അവരങ്ങനെ തൂക്കിയൊന്നും നോക്കാതാണ് നമുക്ക് തരുന്നത്. ഒരു മീൻ അത്യാവശ്യം 1 കിലോ എന്ന് തോന്നുന്നതിന് അവരാണെങ്കിൽ ചിലപ്പോൾ 5 MBR മേടിക്കത്തുള്ളൂ. അപ്പോൾ 5 മാൽദീവിയൻ റുഫേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലൊരു 30 രൂപ. പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെയൊക്കെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെയൊക്കെ പേരൻസ് നമുക്ക് ചിലപ്പം ഫ്രീ ആയിട്ടും ടൂണയൊക്കെ തരാറുണ്ട്. നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ചോദിക്കുന്നതല്ല. അവർ മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും ചില ആളുകൾ മേടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഈ മീൻ വെട്ടുന്ന സ്ഥലത്ത് നമ്മൾ പോയി മേടിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിയായിട്ട് അത് വെട്ടിത്തരും. അവർ നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് തരുന്ന സമയത്ത് അതിൻ്റെ വാലും തലയെല്ലാം കളഞ്ഞ് വേസ്റ്റും എല്ലാം കളഞ്ഞ് അതിൻ്റെ നടുക്കുള്ള മുള്ളും, അതുപോലെ തന്നെ ഒരു സൈഡ് കണ്ടിച്ച് കഴിഞ്ഞാൽ ആ സൈഡിന് നമുക്കിങ്ങനെ നടുക്കായിട്ട് മുള്ളുണ്ട്, അതും അവർ കൃത്യമായിട്ട് കണ്ടിച്ച് കളഞ്ഞ് തൊലിയും കളഞ്ഞ് നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്ത് തരാമോ അത്രത്തോളം ക്ലീൻ ചെയ്തിട്ടാണ് അവർ തരുന്നത്. പക്ഷേ അവർ ഈ വെട്ടുന്നതിനൊന്നും അവർ കാശ് മേടിക്കത്തില്ല. കാരണം അവർ ഈ ഓൾറെഡി ഇഷ്ടം പോലെ ടൂണ അവിടെ വെച്ച് തന്നെ വെട്ടി അവർ സ്മോക്ക് ഫിഷും അതുപോലെ തന്നെ ടിൻ ഫിഷും അതുപോലെ ഉണക്കമീനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് വേണ്ടിയാണ് അവർ ഇത്രയും മീൻ അവിടെ പിടിച്ചുകൊണ്ട് വന്ന് വെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഒരു മീൻ തരണമെന്ന് പറയുമ്പോഴേക്കും അവരങ്ങ് തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് സ്മോക്ക് ഫിഷാണ്. ഇങ്ങനെ ഇട്ട് പുഴുങ്ങിയിട്ട് ഉണക്കിയൊക്കെയാണ് സ്മോക്ക് ഫിഷ് തരുന്നത്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് കറി വെച്ച് കഴിക്കാം. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാൽദീവിയൻസ് കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കണ്ടിച്ച് കറിയൊക്കെ ഉണ്ടാക്കി സ്കൂളിലും അതുപോലെ മറ്റുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടി അതൊക്കെ വറുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരും. ഒരു കൂടുതലും ഫ്രൈഡ് റൈസ് ആണ് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ സലാഡും ഒക്കെ കാണും. പിന്നെ മോക്ടെയിലൊരു സ്ഥിര സംഭവമാണ്. ഇന്നത്തെ ദിവസം എന്തായാലും ഇഷ്ടം പോലെ ഫുഡ് കിട്ടി. സ്കൂളിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തോടുകൂടി സ്കൂളിലെ സകല പരിപാടികളും തീരുകയാണ്. ഇനി ഒരു 2 ആഴ്ച വെക്കേഷനാണ്. അങ്ങനെ നല്ലൊരു അടിപൊളി ലഞ്ചും സ്നാക്സും ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ്റെ ആരംഭമായി.